Okay, I understand what are you saying. മോഡൽസിനും സെലിബ്രിറ്റീസിനും ഇൻഫ്ലുവൻസേഴ്സിനും ഒക്കെ പെർഫെക്റ്റ് ബോഡി അല്ലെങ്കിൽ സ്കിൻ ആണുള്ളതെന്ന് ആൾക്കാർ വിചാരിക്കും. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനായിട്ടാണ് അവരുടെ ഇംപെർഫെക്ഷൻസ് കാണിക്കണേ. ഓക്കെ, ബട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വൈ ഡു വി നീഡ് ടു അസ്യൂം ദാറ്റ് സമൺ ഹാസ് എ പെർഫെക്റ്റ് ബോഡി ഓർ സ്കിൻ ബിഫോർ വി ആർ അലൗഡ് ടു ഷോ എ നോർമൽ വൺ? I wasn't trying to prove that I'm imperfect. I was trying to prove that I don't need to hide normal things to fit in a toxic beauty standards. And ഞാൻ അത് വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഇൻസെക്യൂരിറ്റീസ് നോക്കൂ, അല്ലെങ്കിൽ എൻ്റെ ഇംപെർഫെക്ഷൻസ് നോക്കൂ, ഐ എം ബ്രേവ് അങ്ങനെ പറഞ്ഞിട്ടല്ല ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല ഞാൻ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഇംപെർഫെക്ഷൻ എന്നുള്ള വേർഡിനെ തന്നെ നമ്മൾ ഭയങ്കര എന്തോ ആക്കി എടുത്തിട്ടുണ്ട്, ഡ്രമാറ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. അണ്ടർആം ഹെയർ എന്നുള്ളത് അല്ലെങ്കിൽ ആംപിറ്റ് ഹെയർ എന്നുള്ള ഇംപെർഫെക്ഷൻ അല്ല, അൺഇവൻ സ്കിൻ ടോൺ എന്നുള്ള ഇംപെർഫെക്ഷൻ അല്ല, പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഇംപെർഫെക്ഷൻസ് അല്ല, ഡാർക്ക് ലിപ്സ് ഇംപെർഫെക്ഷൻസ് അല്ല. ഇതൊന്നും ഇംപെർഫെക്ഷൻ അല്ല. ഇതൊക്കെ നമ്മളെ നോർമൽ ബോഡിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ ആണ്. അതൊന്നും ഫ്ലോസ് അല്ല. ബട്ട് അങ്ങനെയാണ് ഈ ബ്യൂട്ടി ഇൻഡസ്ട്രി അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഫ്ലോസ് ആയിട്ട് ഇംപെർഫെക്ഷൻസ് ഒക്കെ ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ദ പോയിന്റ് ഇസൻ ദാറ്റ് നോബഡി ഈസ് ഫ്ലോലെസ്. ദ പോയിന്റ് ഈസ് വി ഷുഡൻറ്റ് ബി ഫ്ലോലെസ് ടു ബി വിസിബിൾ. ഇനി ഞാൻ എന്തിനാ ഇതൊക്കെ ഇവിടെ വന്ന് പറയണേ? ആസ് എ ബ്യൂട്ടി കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ ഈ ടോക്സിക് ആയിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിപ്പോൾ എനിക്കത്ര ഫോളോവേഴ്സ് ഉണ്ട്, എനിക്കത്ര റീച്ച് ഉണ്ട് എന്നൊക്കെ ഉള്ളത് പിന്നത്തെ കാര്യം. ഉള്ളവരെ റൈറ്റ് വേയിലേക്ക് ഗൈഡ് ചെയ്യാന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അത് ചിലവർ ചെയ്യുന്നില്ല വെച്ചിട്ട് അത് എൻ്റെ പ്രശ്നമാവില്ലല്ലോ. ഞാൻ എൻ്റെ കാരണം മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്.